കോട്ടുവാ വിടാത്തവരില്ല. മടി വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, അല്ലെങ്കിൽ ടെൻഷനൊക്കെ പിടിച്ചിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ കോട്ടുവാ വിടാറുണ്ട്. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ അടുത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഹോസ്പിറ്റലിലെ റെയിൽവേ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഒരു ചെറുപ്പക്കാരൻ കോട്ടുവാ വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാ വല്ലാതെ പൊളിഞ്ഞുപോയി. അപ്പോൾ ആ ഡോക്ടർ ഇടപെട്ട് തട്ടി മുട്ടിയൊക്കെ പിടിച്ച് വലിച്ചിട്ടൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കോട്ടുവായുമായി ബന്ധപ്പെട്ട് നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്തുപോയി. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തസാഉബു മിനശ് ശൈത്വാൻ. കോട്ടുവ എന്നുള്ളത് ശൈത്വാനിൽ നിന്ന് വരുന്നതാണ്. ഫൈദാ തസാഅബ അഹദുക്കും ഫൽയറുദ്ദഹു മസ്തതാഅ. കോട്ടുവ വിടുകയാണെങ്കിൽ കഴിയുന്ന അത്ര അതിനെ തടുക്കട്ടെ എന്ന്. ഫഇന്ന അഹദക്കും ഇദാ കാല ഹാ ലഹിക ശൈത്താൻ. കോട്ടുവ വിടുമ്പോൾ അങ്ങനെ വല്ലാതെ ഒച്ചയിൽ പൊളിച്ചിട്ട് ആ ഒരു ഹാ ശബ്ദം ശബ്ദം പുറത്തേക്ക് വരുന്ന രീതിയിൽ വല്ലാതെ വാ പൊളിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ശൈത്താൻ ചിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. വേറെ ഹദീസിലുണ്ട്, കോട്ടുവ വിടുകയാണെങ്കിൽ ഫൽ യുംസിക് ബിയദിഹി, കൈകൊണ്ട് പിടിക്കട്ടെ എന്നാണ്. അപ്പോൾ കഴിയുന്ന അത്രയും കോട്ടുവായിനെ തടുക്കട്ടെ, കൈകൊണ്ട് പിടിക്കട്ടെ, ശബ്ദം പുറത്തേക്ക് വരരുത് എന്നൊക്കെ അതിൻ്റെ ഒരു മര്യാദയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കാനുണ്ട്. ഒന്ന്, അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പോലെ പൈശാചികമായിട്ടുള്ള ഒരു ഇടപെടൽ ആ സന്ദർഭത്തിൽ വരുന്നുണ്ട്. വല്ലാതെ പൊളിച്ചാൽ ശൈത്താൻ പ്രവേശിക്കുമെന്ന് പറയുന്നുണ്ട്. ശൈത്താനിനെ പ്രവേശിക്കാം, വല്ലാതെ പൊളിക്കൊന്നും വേണ്ട. പക്ഷേ ചില സംഗതികളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത്തരം ചില പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ പിശാച് പ്രവേശിക്കുമെന്ന് മനസ്സിലാക്കാം. അത്തരം കാര്യങ്ങൾ അറിയുന്ന ആൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, നബി തങ്ങളാണ് പഠിപ്പിച്ചത്. പൈശാചികമായിട്ടുള്ള ഒരു ബാധയെ തടുക്കാൻ വേണ്ടി കോട്ടുവായുടെ മര്യാദ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. വല്ലാതെ പൊളിച്ചു വിടരുത്. കാരണം എല്ല് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കൂട്ടിയെടുക്കാൻ വലിയ പ്രയാസമാണ്. പ്രായമെത്തിയ ആളുകളൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. പൈശാചികമായ ബാധയെ തടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ മര്യാദ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നിടത്താണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പാഠം എത്രയോ മനോഹരമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്.